ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, രാവിലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. നിങ്ങളെ പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ നിയമമൊക്കെ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കുർബാന പറഞ്ഞ ടോക്കൺ എടുക്കാൻ വിചാരിച്ചു. ഇന്നൊരു സാക്ഷ്യം വായിക്കാം. നിങ്ങൾ സാക്ഷിയെല്ലാം എഴുതി അയക്കണം കേട്ടോ. സാക്ഷ്യത്തിൻ്റെ അഡ്രസ്സ് ഞാൻ അടുത്ത ദിവസങ്ങളൊരു ടോക്കിൽ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കാർഡ് ഇടാം. നമ്മുടെ കുറവലങ്ങാട് PDM സെൻ്ററിൻ്റെ പിന്നെ റിട്രീറ്റ് സെൻ്ററിൻ്റെ അഡ്രസ്സ് വെച്ച് അയച്ചാൽ മതി കേട്ടോ. ഒരു സാക്ഷ്യം വായിക്കും. ഇതൊരു ഫുൾ ഫാമിലിയുടെ സാക്ഷിയാണ് കേട്ടോ. പ്രിയപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് അലക്സ്. ഞാൻ പാലാ രൂപതയിൽ ആണ് എൻ്റെ വീട്. ദൈവം അച്ഛൻ്റെ ശുശ്രൂഷയിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ 3 അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ എന്നെ കത്തെഴുതുന്നത്. ഞാനൊരു ഡോക്ടറാണ്. ഹൈദരാബാദിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ MD പഠിച്ചു. MDയുടെ ഫൈനൽ എക്സാം ജാനുവരി 2025 തിയറി എക്സാം 4 പേപ്പറാണ് ഉള്ളത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ടോക്ക് കണ്ട് ആശീർവാദം സ്വീകരിച്ചിരുന്നു. ശ്രദ്ധിക്കണം, ഡോക്ടറാണേ. ഞായറാഴ്ച അഭിഷേകത്തിന്റെ ശുശ്രൂഷയിലും പങ്കെടുത്തിരുന്നു. എൻ്റെ എക്സാമിന്റെ ദിവസത്തെ രാവിലെ വിശുദ്ധ കുർബാന പങ്കെടുത്ത ശേഷം അച്ഛൻ്റെ ടോക്ക് കണ്ട് ആശീർവാദം സ്വീകരിച്ചു. അതേ ഫലമായി എക്സാം നന്നായി എഴുതാൻ സാധിച്ചു. 3ാമത്തെ 4ാമത്തെ എക്സാംസ് എഴുതുന്ന സമയത്ത് ചെറിയ പനിയും ക്ഷീണം ഉണ്ടായിരുന്നു. 3 മണിക്കൂർ എക്സാം നന്നായി എഴുതാൻ പറ്റുമെന്ന് പേടിയുണ്ടായിരുന്നു. 3 വർഷം പ്രിപ്പയർ ചെയ്തിട്ട് പ്രതീക്ഷിക്കുന്ന അത്ര ഫലം കിട്ടാതെ വരുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ടാണ് എക്സാമിന് പിന്നെ പോയത്. പിന്നെ 3-4 എക്സാമിന്റെ പരീക്ഷ പോയത്. അച്ഛൻ്റെ ടോക്ക് രാവിലെ എക്സാമിന് മുമ്പ് കണ്ട് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ, എൻ്റെ MD സബ്ജക്റ്റിന് യൂണിവേഴ്സിറ്റി 3rd റാങ്കും കിട്ടി. പോരെ. അടുത്ത കാര്യം ചെയ്യും, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അസുഖം വന്നിട്ട് എഴുതിയ പേപ്പർ 3 and 4 എക്സാമിനായിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നത് ആ 2 എക്സാമിനായിരുന്നു. അതിലെനിക്ക് ഹൈ മാർക്ക് നൽകി എൻ്റെ യേശുവിനെ അനുഗ്രഹിച്ചു. എൻ്റെ ബലഹീനതയിൽ യേശുവിൻ്റെ ശക്തി കൂടുതൽ പ്രകടമായി അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് 1000 നന്ദി കേട്ടോ. അപ്പോൾ നോക്കി ശരിക്കും പറഞ്ഞാൽ കഴിവ്, പഠനം, ഇതല്ല. പരീക്ഷയുടെ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കുർബാനയ്ക്ക് പോകാതിരിക്കുമല്ലോ ചെയ്യേണ്ടത്. കാരണം അത്രയും കൂടെ പഠിക്കാമല്ലോ അല്ലേ. തലേദിവസം ടോക്ക് കേൾക്കുക, പരീക്ഷ തൊട്ട് പോകുമ്പോൾ ടോക്ക് കേൾക്കാൻ പാടുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇപ്പോൾ ബ്രഷപ്പ് ചെയ്യേണ്ടതല്ലേ ഓർമ്മ. കേട്ടോ കുറേ ആൾക്കാർ കേൾക്കാനുണ്ട് കേട്ടോ. അടുത്ത് എൻ്റെ അനിയത്തി MBA കഴിഞ്ഞ് അനിയൻ MBA കഴിഞ്ഞ് ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജോലി സൗത്തിൽ കിട്ടാൻ ആഗ്രഹിച്ച് അവൻ അപ്ലൈ ചെയ്യുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഈ നിയോഗം സമർപ്പിച്ച് അച്ഛനെ ടോക്ക് കേട്ട് അവൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ സഹോദരങ്ങൾ എല്ലാവരും ഫാമിലിയാണ് കേട്ടോ. അതിന്റെ ഫലമായി അവനെ ബാംഗ്ലൂരിൽ അവൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി ദൈവം അനുഗ്രഹിച്ചു. അടുത്ത് അതോടൊപ്പം എൻ്റെ അമ്മയുടെ അമ്മ, ഞാൻ ചിലപ്പോൾ ഈ പ്രായമുള്ള കാരണംബർ വല്യമ്മ എന്നൊക്കെ പറഞ്ഞാൽ സംഭാവന ചെയ്യുന്നില്ലേ, അതാണ് കാര്യം. അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹം കൊണ്ട് സാക്ഷ്യപ്പെടുന്ന അമ്മച്ചിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞതായിട്ട് അനുഭവപ്പെട്ടു. വല്യമ്മയാണല്ലോ. സൗഖ്യം ലഭിക്കണം നിയോഗമായി അമ്മച്ചി അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തുതിക്കുന്ന സമയത്ത് കേൾവി കുറവുള്ള ചെവിയുടെ അടുത്ത് ഈ ഫോൺ ഇങ്ങനെ വെച്ചായിരുന്നു കൂടെ സ്തുതിച്ചുകൊണ്ടിരുന്നത്. വല്യമ്മയാണെന്ന് ഓർക്കണേ. പ്രാർത്ഥിച്ചോ. അങ്ങനെ പല ദിവസങ്ങൾ ചെയ്തിട്ട് പെട്ടെന്നൊരു വ്യത്യാസമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ഇതേപോലെ സ്തുതിക്കുന്ന സമയത്ത് സ്തുതി വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അത് കേട്ടു. പിന്നെ അതിനുശേഷം പിന്നീട് ഒരിക്കലും ആ ചെവിക്ക് കേൾവിക്കുറവ് അനുഭവപ്പെട്ടിട്ടില്ല. അപ്പം നോക്കിയാൽ മരുമക്കൾ സാക്ഷി എഴുതുമ്പോൾ വല്യമ്മ എൻ്റെയും കൂടെ സാക്ഷി എഴുതുന്നു പറഞ്ഞ് എഴുതിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഇത് എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത്. നോക്കിയേ, ഒരു ഫാമിലി മൊത്തം വരികയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഉള്ളവർ, അറിവുള്ളവർ. ശരിക്കും പറഞ്ഞാൽ അറിവും വിദ്യാഭ്യാസമൊക്കെ കൂടുന്തോറും പ്രാർത്ഥന കൂടും. അത് പിന്നെ പോട്ടെ. ഹല്ലേലൂയ. എന്തായാലും ഈ മേഖലയ്ക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകം 29:5 ബുക്ക് ഓഫ് പ്രോവേഴ്സ് ചാപ്റ്റർ 29:5. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? കെണിയിൽ പെടാതെ നോക്കണം. നമുക്കറിയാം, നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞ കൊച്ചേ സ്കൂളാണ്, പല ആൾക്കാരുണ്ട്, കെണിപ്പെടരുത് അല്ലേ. അതേപോലെ ഫിനാൻസിന്റെ തന്നെ എന്തുമാത്രം തട്ടിപ്പുകളാണ്. പിന്നെ ഇങ്ങോട്ട് ഒരു ഇത് അടയ്ക്ക്, ഞാൻ 10,000 രൂപ തരാം, 2 ലക്ഷം രൂപ തരാം, കിട്ടുകയും ചെയ്യും, പിന്നെ അടുത്തതാകുമ്പോൾ പോവുകയും ചെയ്യും അല്ലേ എന്നൊക്കെ പറഞ്ഞ തരത്തിൽ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ. കെണിയിൽ പെടരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ലാൻഡിന്റെ കാര്യത്തിലൊക്കെ. നമ്മൾ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് കെണി വയ്ക്കുക. അപ്പൊ ചില മനുഷ്യരുണ്ട്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം വിഷയങ്ങൾ വേറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരാളെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയും, അത് വേണം. ഈശോ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്നത്. സ്നാപയോനെ കുറിച്ച് സ്ത്രീകളും ജയിച്ചവൻ ഇവനേക്കാൾ വലിയവനെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഇസാളി ഇതുപോലെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ശതാധിപന്റെ കേസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദേവാദിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ് കാര്യങ്ങൾ പറയണം, നല്ല പുകഴ്ത്തി. അത് ദൈവത്തെ മഹത്വപ്പെടുത്താനാകണം ഈ പറയണത്. ഇതൊന്നുമല്ല. ഇതിങ്ങനെ പറഞ്ഞ് പിമ്പിരി കയറ്റുന്നാലും മുഖസ്തുതി ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് യാതൊരു മനസാക്ഷി ഇല്ലാതെ. അപ്പോൾ എന്താ വെച്ചാൽ ഓക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളാ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കാലിന് അവൻ കെണി വെച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ ശ്രദ്ധിക്കരുത്, ഒന്ന് നമ്മൾ മുഖസ്തുതി പറയരുത്.
ഉള്ള കാര്യം പറയാം, ഇല്ലാത്ത പറയാം, ഞാൻ പറയല്ല. പ്രൈസല്ല. രണ്ടാമത്തേത്, ഈ മുഖസ്തുതി പറയുന്ന ആൾക്കാർ വരുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ കാലവൻ കത്രികപ്പെടുത്തിക്കൊണ്ടിരിക്കാന്ന് ഓർത്തോളം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് ഓക്കെ, ശരി കേട്ടോ, താങ്ക് യു കേട്ടോ, പിന്നെ അത് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് വരണം. അല്ലേലും കെണിയിൽ പെടരുത്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയിരുന്നിട്ട് ഈ ചില ജീവികൾ അയവിറക്കുന്ന പോലെ ഇതെല്ലാം ഇറക്കി പിശാച് വന്ന് വലിയ കെണി കൊണ്ട് ചാടിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ടേക്ക് കെയർ. ഓക്കെ, നിങ്ങളുടെ ചില യൂത്തിൻ്റെ കുഞ്ഞുങ്ങൾ ലാംഗ്വേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, പ്രായമായി എന്നാലും. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാവോ? ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ദൈവമേ, ഞങ്ങളെന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, നല്ല സാക്ഷ്യങ്ങൾ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ സാക്ഷ്യം പറഞ്ഞ കുടുംബം ഈശോയുടെ നാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവായ ദൈവമേ, അനേകർക്ക് സാക്ഷ്യം എഴുതാനൊരു കൃപ കൊടുക്കണമേ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ ഒരു കെണിയിൽ നിന്ന് കർത്താവ്, പ്രത്യേകിച്ച് ഈ വചനത്തിൽ പറഞ്ഞ മുഖസ്തുതിയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവ് ദൈവം ചെവിയുടെ കേൾവിക്കുറവ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ സ്തുതിപ്പിന്റെ സമയത്ത്, എല്ലാവരും സ്തുതിക്കാവോ, സ്തുതിപ്പിന്റെ സമയത്ത് ഈശോ ചെന്ന് ചെവിയെ തൊട്ട് സുഖപ്പെടുന്ന അനുഭവം യേശു നാമത്തിൽ സംഭവിക്കും. ദുഷ്ടാരികളെ ബന്ധിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, പരീക്ഷകൾ, വിവിധങ്ങളായ പരീക്ഷകൾ എഴുതുമ്പോൾ ജസ്റ്റ് ടോക്ക് ശരിക്കും തന്നെ ആധ്യാത്മികതയിൽ വളർന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ടോക്ക് കേട്ട് ആശ്വാസിച്ച് അനുഗ്രഹം ഭാവിക്കാൻ പരീക്ഷ എഴുതുന്ന ഇടവരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഒരു നല്ലൊരു ജോലി സ്ഥലത്തേക്ക് മറ്റൊരു മാറണം. അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈ ഒരു ആശീർവാദം അനുഗ്രഹമായി മാറട്ടെ. എല്ലാവരെയും ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.